പൊന്നാനിയിലെ പ്രവാസിയുടെ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണം കവർന്ന കേസിലെ തൊണ്ടി മുതൽ പ്രദർശിപ്പിച്ച് പൊന്നാനി പോലീസ് 438 പവൻ സ്വർണവും 29 ലക്ഷം രൂപയുമാണ് പ്രതികളിൽ നിന്നും കണ്ടെടുത്തത്. പൊന്നാനി ബിയത്ത് പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് 550 പവൻ സ്വർണം കവർന്ന കേസിൽ 438 പവൻ സ്വർണം കണ്ടെടുത്തു. 29 ലക്ഷം രൂപയും പ്രതികളിൽ നിന്ന് പിടികൂടി. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനുമൊടുവിലാണ് സ്വർണവും പണവും കണ്ടെത്താനായത്. മോഷ്ടിച്ച സ്വർണം വിറ്റ് കിട്ടിയതുൾപ്പെടെയുള്ള പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസക്കാരനുമായ രായർ മരക്കാർ വീട്ടിൽ സുഹൈൽ, പൊന്നാനി കടവനാട് മുക്രിയകം കറുപ്പം വീട്ടിൽ നാസർ, പാലക്കാട് കാവശ്ശേരി പാലത്തൊടി മനോജ് എന്നിവരാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. ഇതിൽ സുഹൈലിന്റെ ഭാര്യ വീടിന്റെ തൊടിയിൽ 1.5 അടി താഴ്ചയിൽ കവറിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ട നിലയിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത്. മോഷണം നടന്ന വീടിന്റെ അടുത്താണ് സുഹൈലിന്റെ ഭാര്യ വീട്. കുഴിച്ചിട്ട സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഉരുക്കി കട്ടിയാക്കി വിൽപ്പനയ്ക്ക് നൽകിയ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു. സ്വർണം ഒളിപ്പിച്ചത് സംബന്ധിച്ച് പ്രതികൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതികളുടെ കുതന്ത്രങ്ങൾ പൊളിച്ചടുക്കുകയായിരുന്നു. 8 മാസം എടുത്താണ് പ്രതികളെ പിടികൂടിയതെങ്കിലും 5 ദിവസം കൊണ്ട് മോഷ്ടിക്കപ്പെട്ടതിലെ 90% പോലീസിന് കണ്ടെത്താനായി. അന്വേഷണത്തിന്റെ നമ്മളിൽ പിടിക്കപ്പെട്ട പ്രതികൾ പല ഘട്ടങ്ങളിലെ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലായ സമയം തന്നെ ബാക്കിയുള്ള സ്വർണം നഷ്ടപ്പെട്ടത് നമ്മൾ റിക്കവർ ചെയ്തതിന് ആദ്യഘട്ടത്തിൽ റിക്കവർ ചെയ്ത 1 കിലോയിലധികം സ്വർണത്തിന്റെ ബാക്കി സ്വർണ്ണമുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു വ്യക്തിയുടെ വീട്ടിലുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ആദ്യം തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത്. അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാട് കുഞ്ഞമ്പറയിലെ പോലീസ് ടീം ഉടനടി തന്നെ ഈ സംഭവ സ്ഥലത്ത് ചെന്ന് അത് വെരിഫൈ ചെയ്ത് അത് ക്രോസ് ചെയ്യിപ്പിക്കുകയും ചെയ്തതോടുകൂടി ആ വാദം പൊളിയുന്ന ഘട്ടത്തിൽ ആണ് നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ കേസിൽ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള 2 പേരും പ്രഭുവും സുന്ദരും മുൻ ക്രൈമുകളിൽ ഉൾപ്പെട്ടിരുന്ന അവരിതിനകത്ത് പങ്കെടുത്തുവെന്നും അവരുടെ പങ്കാണ് ഇനി കിട്ടാനുള്ളതും എന്നുള്ള രീതിയിൽ ഒരു ഭാഷണം ഉണ്ടായത്. അതിൽ ഉടനടി തന്നെ പെരിന്തൽമണ്ണ ടീം, പെരിന്തൽമണ്ണ സിവിൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം ഒട്ടും വൈകാതെ തന്നെ തമിഴ്നാട്ടിലെത്തി തമിഴ്നാട് അവിടുത്തെ DCPയുടെ സഹായത്തോടു കൂടി പ്രഭു എന്ന മുൻ കേരളത്തിൽ ക്രിമിനൽ റെക്കോർഡ്സുള്ള വ്യക്തിയെ കണ്ടെത്തുമ്പോൾ അയാൾ കുറച്ചധികം കാലമായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം മാറി ഒരു ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ഒരു വാഹനം ഓടിക്കൽ കാര്യത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും സമയം കാണാതെ തന്നെ അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് വീണ്ടും ഈ പ്രതിയെ ക്രോസ് ചെയ്തതിനകത്ത് ആ വാദവും പൊളിയുന്നൊരു ഘട്ടം വന്നു. അപ്പോൾ ഈ പറയുന്ന വാദങ്ങളെല്ലാം തന്നെ പോലീസ് കസ്റ്റഡി കിട്ടിയിരിക്കുന്ന 5 ദിവസത്തെ പോലീസ് കസ്റ്റഡി ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഈ ഉദ്ദേശം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് വളരെ സമർത്ഥമായിട്ടുള്ള ചോദ്യം ചെയ്യലിലൂടെ ഈ വാദവും കൂടി പൊളിയുന്ന ഘട്ടത്തിൽ മറ്റ് ഒരു തക്കക്കളിയില്ലാതെ യഥാർത്ഥത്തിൽ ഈ സ്വർണം എവിടെയാണ് സൂക്ഷിച്ചത് എന്നുള്ള രീതിയിലുണ്ടായി. അത് ഈ പറയുന്ന മോഷ്ടാവായിട്ടുള്ള സുഹൃത്തിൻ്റെ ഭാര്യയുടെ വീട്ടിൻ്റെ തൊടിയിൽ ഒരു കുഴിച്ചിട്ട അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അത് നിയമപ്രകാരം പോലീസ് അത് റിക്കവറി നടത്തിയിട്ടുണ്ട്. അതൊരു പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത രീതിയിൽ തൊടിയിൽ ഒരു 1.5 അടി താഴ്ചയിൽ കുഴിച്ചിട്ട അവസ്ഥയിലാണ് റിക്കവറി നടക്കുന്നത്. അത് ഈ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പോലീസ് കസ്റ്റഡി കഴിയുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയി കഴിയുമ്പോൾ അതിൽ ജാമ്യം നേടി ഈ സാധനങ്ങളെല്ലാം തന്നെ കയ്യിൽ വയ്ക്കാമെന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ്. പക്ഷേ നിരന്തരമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനിങ്ങിലൂടെ വളരെ ചടുലമായിട്ടുള്ള പോലീസ് ആക്ഷനുകളിൽ കൂടി എൻ്റെ ടീം അതിപ്പോൾ ഈ കാണുന്നതല്ല, ഇതിലും കൂടുതൽ എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് കണ്ടുപിടിച്ചത് അവരെല്ലാവരുടെയും പരിശ്രമം വളരെ ഭംഗിയായിട്ടുള്ള നേതൃത്വം ബാലകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ പൊന്നാനി AP ജലീൽ ശേഷിക്കുന്നു ഇവരെല്ലാവരുടെ നേതൃത്വത്തിൽ പലവിധ ടീമുകളായിട്ട് തിരിഞ്ഞിട്ടുള്ള സ്പോർട്സിൻ്റെ പ്രിയപ്പെട്ട സ്ക്വാഡാണ്. എല്ലാവരുടെയും അശ്രാന്തമായിട്ടുള്ള കഴിഞ്ഞ ഒരു 2 മാസത്തെ 3 മാസത്തെ എഫേർട്ടും ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഇൻവെസ്റ്റിഗേഷനിൽ നിന്നുള്ള ആ ടീമിൻ്റെ എല്ലാവിധ തെളിവുകളുടെയും സഹായത്തോടുകൂടി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു റിക്കവറി ഈ ഘട്ടത്തിൽ
കാണുന്ന ഓർണമെന്റ്സ് എല്ലാം തന്നെ വിക്ടിമിന്റെ ഫാമിലി റെക്കഗ്നൈസ്ഡ് അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. മോഷണം മുതൽ കണ്ടെത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് പ്രതികൾ നടത്തിയത്. പ്രത്യേക സംഘത്തിന്റെ അതിവേഗ ഇടപെടലിലൂടെയും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെയും സ്വർണം ഒളിപ്പിച്ച സ്ഥലം പറയാൻ പ്രതികൾ നിർബന്ധിതരാവുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് കേസിനാസ്പദമായ മോഷണം നടന്നത്. CCTV ക്യാമറകൾ നശിപ്പിക്കപ്പെട്ടതിനാൽ പ്രതികളിലേക്ക് എത്താനുള്ള വഴികൾ അടയുകയായിരുന്നു. കേസിന് പിന്നാലെ നിശബ്ദമായി പോലീസ് നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത്. കേസിൽ ഇവരെ കൂടാതെ പ്രതികൾ ഇല്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. NCV ന്യൂസ്, പൊന്നാനി. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.